ഫിലിപ്പിയ ലേഖന പഠനത്തിലാണല്ലോ ഈ സെഷൻ നമ്മളായിരിക്കുന്നത്. ഇതുവരെയും ദൈവവചനം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള തിരുവെഴുത്തുകൾ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആ പഠിക്കാനും ഒക്കെ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ദൈവത്തെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. വീണ്ടും നമുക്ക് കടന്നു വരാം. നാം ഒടുവിലായി കർത്താവിന്റെ നാൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഫിലിപ്പിയർ 1:10 വാക്യത്തിൽ നമ്മൾ കണ്ടു, നിങ്ങൾ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും. 1:10 നമ്മൾ അങ്ങനെ കണ്ടു. ക്രിസ്തുവിന്റെ നാൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കർത്താവിന്റെ ദിവസം എന്ന് നിയമത്തിലുമായി പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. സൗണ്ട് ഇല്ല. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു റിമൈൻഡ് ചെയ്തതിന്. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇടയ്ക്ക് എന്തെങ്കിലും മ്യൂട്ട് ആകുകയാണെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേക്കണേ. നെറ്റ്വർക്ക് ഇച്ചിരി വീക്ക് ആയതുകൊണ്ട് ഞാൻ ഫോണിൽ നിന്നുകൂടെ ഫോണിന്റെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫോണിന്റെ മൈക്കാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കർത്താവിന്റെ നാൾ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ന്യായവിധിയുടെ സമയമാണ്. ഭൂമിയിൽ മനുഷ്യർ പ്രവർത്തിച്ച എല്ലാ ദുഷ്ടതയുടെയും ഈ ഭൂമിയുടെ മേൽ ഒരു പരിധിവരെ സമയമായിട്ട് നമുക്ക് പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്ന് അത് കാണുവാനായിട്ട് കഴിഞ്ഞു. ദൈവത്തിന്റെ നാൾ അല്ലെങ്കിൽ കർത്താവിന്റെ നാൾ എന്നത് ഇസ്രായേൽ ജനം ചിന്തിച്ചിരുന്നത് അത് അനുഗ്രഹത്തിന്റെ, വിടുതലിന്റെ, നന്മയുടെ ഒക്കെ സമയമായിരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ പ്രവാചകന്മാർ യെശയ്യാവും യോവേലും ആമോസും ഒക്കെ സഫന്യാവും ഒക്കെ സന്തോഷത്തിന്റെ സമയമല്ല, അത് ദൈവത്തിന്റെ കോപത്തിന്റെ, ന്യായവിധിയുടെ സമയമായിരിക്കും. ദൈവക്രോധം ഭൂമിയിൽ ചൊരിയുന്ന പഴയ നിയമ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്ന കൂട്ടത്തിൽ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ ഇടർച്ചയില്ലാത്തവരും പ്രസ്താവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വാക്യത്തിൽ നമ്മൾ കാണുന്നത് സിൻസിയർ ആൻഡ് വിതൗട്ട് ഒഫൻസ്. പ്രൈസ് ദി ലോർഡ്. നിർമ്മലന്മാർ, സിൻസിയറായിരിക്കുക, വിതൗട്ട് ഒഫൻസ്, ഇടർച്ചയില്ലാത്തവരായിരിക്കുക. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കർത്താവിന്റെ, ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കുക എന്നുള്ളതിന് രണ്ട് ആശയങ്ങളുണ്ട്. നിങ്ങൾ സിൻസിയർ ആയിരിക്കുക, നിർമ്മലന്മാരായിരിക്കുക. നിങ്ങളുടെ ശരീരം, ദേഹി, ആത്മാവ് ഇതെല്ലാം നിർമ്മലമായി നിർമ്മലതയോടെ ജീവിക്കണം എന്നുള്ള ആഹ്വാനമാണ്. മാത്രമല്ല മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും നിർമ്മലന്മാരായിരിക്കണം. കപടത ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട്, വക്രത ഉള്ളിൽ വെച്ചുകൊണ്ട്, ഉള്ളിൽ മറ്റൊന്ന് വിചാരിച്ച് പുറമേ സ്നേഹവും എന്നുള്ള ആശയമാണ് അതിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. നിങ്ങളോട് തന്നെ നിങ്ങൾ സിൻസിയർ ആയിരിക്കണം, അവരോടും നിങ്ങൾ സിൻസിയർ ആയിരിക്കണം. രണ്ട്, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇടർച്ചയുണ്ട്.
പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സം നമ്മൾ തന്നെയാണ്. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ പലപ്പോഴും ശത്രുക്കളായി മാറുകയാണ്. സെൽഫ് ആയിട്ട് വി ക്രിയേറ്റ് ആൻ എനിമി ഇൻ അവർ സെൽഫ്. നമ്മളിൽ തന്നെ നമ്മൾ ശത്രുവിനെ സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം ശരി എന്തെന്ന്, ന്യായം എന്തെന്ന്, നീതി എന്തെന്ന്, വിശുദ്ധി എന്തെന്ന് അറിയാം. പക്ഷേ നമുക്കത് നമുക്ക് തന്നെ ഇടർച്ചയുണ്ടാക്കുകയാണ്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ പോലെ നിന്റെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഉണ്ടോ? എല്ലാവരും അവരവരെ തന്നെ സ്നേഹിക്കണം. അപ്പൊ നിങ്ങൾ പറയും, അത് സ്വസ്നേഹം പാപമല്ലേ, സെൽഫിഷ്നെസ് അല്ലേ? ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല. നമ്മെ തന്നെ വെറുത്താൽ സെൽഫായിട്ട് നമ്മൾ സ്നേഹിക്കാനായിട്ട് കഴിയത്തില്ല. ഇഫ് യു ഹേറ്റ് യുവർ സെൽഫ്, അതുകൊണ്ട് യേശു പറഞ്ഞ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ നമ്മോട് തന്നെ ഉണ്ടായിരിക്കണം. അതിന്റെ അർത്ഥം നമ്മോട് മാത്രം സ്നേഹം ഉണ്ടായിരിക്കുക എന്നല്ല. എന്നോട് മാത്രം എനിക്ക് സ്നേഹം ഉണ്ടായിരിക്കുമ്പോഴാണ് ഞാൻ സ്വസ്നേഹിയും സ്വാർത്ഥ സ്നേഹിയുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്നെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ മറ്റാരെയും സ്നേഹിക്കുന്നില്ല, വേറെ എന്റെ കാര്യം മാത്രം എന്നുള്ള നിലയിൽ ആകുമ്പോഴാണ് സ്വാർത്ഥതയുള്ളവനായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ നിങ്ങൾക്ക് പ്രതിഫലം പ്രാപിക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിലെ പ്രതിഫലം അത് നിത്യകാലം നിലനിൽക്കുന്നതാണ്. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മോട് തന്നെ നമുക്കൊരു സ്നേഹം ഉണ്ടാകണം. കർത്താവ് ആ ഫാക്ട് അംഗീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എന്നെ മാത്രം സ്നേഹിച്ചാൽ അത് പാപമാണ്. എനിക്ക് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റൊരാളെയും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയണം. അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെയാണ് പറയുന്നത്, നിങ്ങൾക്ക് തന്നെ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ ഇടർച്ചയുണ്ട്. ഡോണ്ട് മേക്ക് ഹേർഡിൽസ് ഫോർ സെൽഫ്. കർത്താവിന്റെ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്തു കർത്താവിന്റെ മുൻപാകെ നിഷ്കളങ്കതയോടെ നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം. അതിന് നിങ്ങൾക്ക് തന്നെ ഒഫൻസ് ഉണ്ടാക്കരുത്. നമ്മുടെ വിശുദ്ധിയെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. 2, മറ്റുള്ളവർക്കും ഇടർച്ചയുണ്ടാക്കരുത്. ഈ എന്റെ എളിയവരിൽ ഒരുത്തന് ഇടർച്ചയുണ്ടാക്കുന്നതിനേക്കാൾ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ ചാടുന്നത് അവന് നല്ലത് എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകി. ക്രിസ്തുവിന്റെ ശിഷ്യനായി ഒരുവന് ഇടർച്ചയുണ്ടാക്കുന്നതിനേക്കാൾ ആത്മഹത്യ ഉറപ്പ് വരുത്തുന്നതാണ് അവൻ അതിനേക്കാൾ നല്ലത്. എന്ന് പറഞ്ഞാൽ കർത്താവ് ആത്മഹത്യ ചെയ്യാൻ പഠിപ്പിച്ചതല്ല, ഒന്നുമല്ല. അതിനേക്കാൾ ബെറ്റർ ഒരുവൻ സ്വർഗത്തിൽ പോകുന്നതിന് ഞാൻ തടസ്സമായി മാറിയാൽ അതിനേക്കാൾ എനിക്ക് എന്ന് പറഞ്ഞാൽ അത് നിമിത്തം എനിക്ക് വരാനുള്ള ശിക്ഷ ഈ പറയുന്ന ഞാൻ കഴുത്തിൽ തിരികല്ലെന്ന് പറഞ്ഞാൽ നമ്മള് ഈ പഴയ കാലത്ത് ഇവിടെ ഞങ്ങള് ഓസ്ട്രേലിയയിൽ ഇടയ്ക്ക് യാത്ര ചെയ്തപ്പോഴേക്കൊക്കെ തിരികല്ലൊക്കെ കണ്ടിട്ടുണ്ട്. കുതിരയെയും കഴുതയെയും ഒക്കെ കെട്ടി ഈ മില്ല് പൊടിക്കാനായിട്ട് ധാന്യം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വലിയ ഭാരമുള്ള 10ഉം 15ഉം വലിയ കല്ല്, അതിനെ 2, 3, 4 കുതിരകളെയും കെട്ടിയിട്ട് ആ തിരികല്ല് തിരിക്കാൻ അത്രയും സ്ട്രെങ്ത്, അത്രയും ത്തിൽ കെട്ടി ഒരാൾ വെള്ളത്തിൽ ചാടിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ അവൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല. എന്ന് പറഞ്ഞാൽ നീക്കുപോക്കില്ലാത്ത ന്യായവിധിയാണ് ക്രിസ്തുവിനെ അറിയുന്നതിന് ഒരുവൻ തടസ്സമായി നിന്നാൽ. ക്രിസ്തുവിന്റെ ശിഷ്യനാകുന്ന ഒരുവൻ അതിൽ വളരുന്നതിന് ആരെങ്കിലും തടസ്സമായി നിന്നാൽ
അവന് വരാനിരിക്കുന്ന ന്യായവിധി വലുതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരായിരിക്കുക മാത്രമല്ല ആകണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതിന്റെ കാരണം എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആ വാക്യം ചിന്തിച്ചുകൂടാ. പൗലോസിന്റെ പ്രാർത്ഥനയാണ് അത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇതൊരു പ്രാർത്ഥനയാണ്. എടുത്തു പറയുന്നത്, നിങ്ങൾ നീതിഫലം നിറഞ്ഞവരാകണം. നീതിഫലം നിറഞ്ഞവർ ആകണം. പ്രൈസ് ദി ലോർഡ്. ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നെസ്, നീതിഫലം, ബീങ് ഫിൽഡ് വിത്ത് ദ ഫ്രൂട്ട് ഓഫ് നിറഞ്ഞവരാകണം. കുറച്ച് നീതിഫലം എന്നല്ല, നിറയണം എന്നാ പറഞ്ഞത്. നീതിഫലം നിറയണം. കുറച്ച് സംതൃപ്തരായിരിക്കാൻ പാടില്ല, പിന്നെയോ അതിൽ നിറയണം. എങ്ങനെയാ നീതിഫലം നിറയുന്നവരാകുന്നത്? ഫലം കായ്ക്കാനായിട്ട് കർത്താവ് പറഞ്ഞത്, എന്നിൽ വസിപ്പിൻ, എന്നാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ക്രിസ്തുവിൽ വസിക്കുന്നവന് മാത്രമേ ഫലം കായ്ക്കാനായിട്ട് കഴിയത്തുള്ളൂ. യോഹന്നാൻ 15:4 മുതൽ 6 വരെ ആ വാക്യം ആണ്. മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പുകൾക്ക് കായ്ക്കാൻ കഴിയുകയില്ല, അതുപോലെ എന്നിൽ വസിച്ചിട്ടല്ല ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയുകയില്ല എന്നൊക്കെ കർത്താവ് പഠിപ്പിക്കുകയാണ്. അതേ അധ്യായത്തിൽ തെരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, തെരഞ്ഞെടുത്തത് ഫലം നിലനിൽക്കുകയും വേണം. ഒരു വർഷത്തിൽ ഒരു തവണ കായ്ച്ചിട്ട് പിന്നെ 5 കൊല്ലം കായ്ക്കാതിരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കണം. നീതിഫലം ഒന്ന് ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ മാത്രമേ നീതിഫലം കായ്ക്കാൻ പറ്റൂ. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ക്രിസ്തുവിൽ വസിക്കുന്നത് ആയിരിക്കും ഞായറാഴ്ചകളിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ മാത്രമായിരിക്കും. ഡിറ്റാച്ച് ആയി നിൽക്കും. രാവും പകലും എപ്പോഴും യേശുവിനെ, കർത്താവിനെ ധ്യാനിച്ച് കർത്താവിന്റെ ഹിതം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ വസിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമ്പോൾ നാം ഫലം കായ്ക്കുന്നവരായി മാറും. വസിക്കണം. 2, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ആത്മാവിനാലും ജീവിക്കണം. ആത്മാവിനാലും ജീവിക്കണം. ജീവിക്കണം. ഗലാത്യ ലേഖനം 5:16, 18, 25, 22 ആ ഒരു ക്രമത്തിൽ നമ്മൾ നോക്കിയാൽ ഈ വിഷയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആത്മാവിന്റെ ഫലം നമുക്ക് സുപരിചിതമാണ്. ഒരുപക്ഷെ നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്ത, ഇന്ദ്രിയജയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച്. പക്ഷെ ആത്മാവിന്റെ ഫലം കായ്ക്കണം എന്ന് നമുക്കറിയാം. പക്ഷെ എങ്ങനെയാണ് ആത്മാവിന്റെ ഫലം? ഗലാത്യർ 5:16 നമ്മൾ കാണുന്നു, ആത്മാവിനെ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നെങ്കിൽ മാത്രമേ ആത്മാവിന്റെ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണ്. ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ പഠിച്ചെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതുമ്പോൾ പാസ്സാകത്തുള്ളൂ. ടീച്ചർ പഠിപ്പിക്കുന്നു, പഠിക്കേണ്ടതാണെന്ന് അറിയാം, പക്ഷെ പഠിക്കുന്നില്ലെങ്കിൽ, ബാക്കിയെല്ലാം നടന്നു, പഠിക്കുക മാത്രം ചെയ്യുന്നില്ലെങ്കിൽ റിസൾട്ട് വരുമ്പോ ഇതുപോലെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് 18ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ അല്ല, ആവർത്തിച്ച് പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച്. 25ാമത്തെ വാക്യം, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ, അപ്പോൾ ലീവ് ബൈ ദ സ്പിരിറ്റ്. നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചത് എങ്ങനെയാണ്? ആത്മാവിനാലാണ് വീണ്ടും ജന്മം പ്രാപിച്ചത്.
ആരും പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ജന്മം പ്രാപിച്ചത് ആത്മാവിനാലാണ്, പുരുഷന്റെ ഇഷ്ടത്താലല്ല. കെടാത്ത ദൈവവചനത്താൽ, ആ ദൈവവചനം നമ്മിൽ വിതച്ചത്, അതിനെ മുളപ്പിച്ചത്, അതിൽ വർദ്ധിച്ചു വന്നത്, അല്ലെങ്കിൽ അത് വളരുമാറാക്കിയത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിനാലാണ് നാം ജീവൻ പ്രാപിച്ചത്. മാത്രമല്ല, ലീവ് ബൈ ദ സ്പിരിറ്റ്, പ്രസന്റ് ടെൻസിലും ഒരിക്കൽ വീണ്ടും ജന്മം പ്രാപിച്ചു എന്നതുകൊണ്ട് ആ നിർബന്ധമില്ല. ജീവന് പരിപോഷണം ഉണ്ടാകണം, ജീവൻ ഇത് വളരണം. അതിനാൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ? 5-ാം അധ്യായത്തിൽ കാണുന്ന ആത്മാവിന്റെ ഫലം കായ്ക്കുവാനായിട്ട് കഴിയും. നീതിഫലം കായ്ക്കുവാനും ക്രിസ്തുവിൽ വസിക്കണം, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. ഇനി കൊലോസ്യ ലേഖനം നമ്മൾ പഠിക്കും. 1:10 പറയുന്നത് ബിയർ ഫ്രൂട്ട് ഇൻ എവറി ഗുഡ് വർക്ക്. പ്രവൃത്തിയിലും ഫലം കായ്ക്കണമെന്നാണ്. സകല സൽപ്രവൃത്തിയിലും, എല്ലാ ഗുഡ് വർക്കിലും ഫലം കായ്ക്കണം. കാണുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. അപ്പോൾ ബെയർ ഫ്രൂട്ട് ഇൻ എവറി ഗുഡ് വർക്ക്, നീതിഫലം കായ്ക്കണമെന്ന് പറയുമ്പോൾ എല്ലാ സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കുന്നവരാകണം. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗം ഇനി 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വരാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം കടന്നു വരാം. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ കാണുന്നു 1:12. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. അവിടുത്തെ അഭിസംബോധന എന്താണ്? സഹോദരന്മാരെ, ബ്രദറൻ. സഹോദരിമാര് വിഷമിക്കരുത്. ബ്രദറൻ എന്നുള്ള പദപ്രയോഗം, അതിനകത്ത് സഹോദരിമാരും ഉണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്ത്രീയെ കൂടാതെ പുരുഷനും ഇല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷുകാര് സ്ത്രീ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് വുമൺ എന്നാണ്. അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വു മാൻ, മാൻ ഇല്ലാതെ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സഹോദരന്മാരെ അഹങ്കരിക്കരുത്, തിരിച്ചാകാലോ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പ്ലൂറൽ മെൻ, അല്ലെ, വിമിൻ, മെൻ ഇല്ലാതെ. അതുപോലെയാണ് ഫീമെയിലിനകത്ത് മെയിലുണ്ട്, മെയിൽ ഇല്ലാതെ ഫീമെയിൽ ഇല്ല. എന്തായാലും അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിള്ളേരെ എഴുതിയപ്പോഴേക്കും അവര് ഗേൾസും ബോയ്സും ആക്കി. അതിനകത്ത് ഗേൾസിനെ കൂടെ ഇൻക്ലൂഡ്, ഫീമെയിലും മാനും വുമനും വന്നപ്പോഴേക്കും അതിനകത്ത് മാൻ ഉണ്ടായിരുന്നു. എനിവേ, എന്ന് പറയുമ്പോൾ അതിനകത്ത് സഹോദരിമാരെ കൂടെ ഉൾപ്പെടുത്തി, എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ബ്രദർ എന്നുള്ള അഭിസംബോധന അവിടെ ചെയ്തിരിക്കുന്നത്. തിരികെ വരാം. ഇവിടെ അഡൽഫോയി എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഡൽഫോസ് എന്നത് ബ്രദർ എന്ന അർത്ഥം. അഡൽഫോയി പ്ലൂറലാണ്. സഹോദരന്മാരെ, സഹോദരന്മാർ എന്നതാണ്. ദൈവസഭ എന്ന് പറയുന്നത് ന്റെ മക്കളാണ്. സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആ പദം ഉദരൻ, ഉദരം എന്ന് പറഞ്ഞാൽ വയറ്.
ഒരേ വയറ്റിൽ ഒരേ ഉദരത്തിൽ നിന്നുള്ളവൻ എന്ന അർത്ഥത്തിലാണ് സഹോദരൻ പദം പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. 133 പ്രാവശ്യം ഈ അഡൽഫോയി എന്നോ അഡൽഫോസ് എന്നോ സഹോദരൻ, സഹോദരന്മാർ എന്നോ പൗലോസ് അപ്പോസ്തലൻ തന്റെ 14 ലേഖനങ്ങളിലായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 133 പ്രാവശ്യം. അപ്പൊ ഇത് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗമായി, ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമായി നമുക്ക് കാണാൻ കഴിയും. The children of same father. ഒരേ പിതാവിന്റെ മക്കൾ. ഒരേ പിതാവിന്റെ മക്കൾ. ഒരേ പിതാവ് ആരാ? നമുക്ക് ഒരുവനത്രേ നമ്മുടെ പിതാവ്. സ്വർഗീയ പിതാവ് മാത്രം നമ്മുടെ പിതാവ്. ഹല്ലേലൂയ. ആ പിതാവിന്റെ മക്കളാണ് നാം എല്ലാവരും എന്ന ചിന്ത എല്ലായ്പ്പോഴും ആവർത്തിച്ച് നമുക്കുണ്ടാകണം. ആമേൻ. സഹോദരന്മാരെ, അടുത്ത പൗലോസ് പറയുന്നു, the things which happened to me. എനിക്ക് ഭവിച്ചത്, എനിക്ക് സംഭവിച്ചത്, എന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ആമേൻ. എനിക്ക് സംഭവിച്ചത്. എന്താണ് പൗലോസിന് സംഭവിച്ചത്? തേർഡ് മിഷണറി യാത്രയിൽ, മൂന്നാമത്തെ മിഷണറി യാത്രയിൽ നമുക്കറിയാം ഫിലിപ്പിയ സഭ. എന്നാൽ മൂന്നാം മിഷണറി യാത്ര ഒടുവിൽ പൗലോസ് ഈ സഭകളെയൊക്കെ വിസിറ്റ് ചെയ്ത് തിരികെ പോകും, മടക്കയാത്ര ചെയ്യുകയാണ്. അതിൽ ഈ ഫിലിപ്പിയ സഭയെയും വിസിറ്റ് ചെയ്തു. സഭ കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് ചെന്നപ്പോഴാണ് പൗലോസ് അപ്പോസ്തലന് പറയുന്നത്, ബന്ധനങ്ങളും കഷ്ടങ്ങളും ഒക്കെ എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പട്ടണം തോറും ആത്മാവ് സാക്ഷ്യം പറയുന്നതല്ലാതെ എനിക്ക് എന്ത് ഭവിക്കും എന്ന് ഞാൻ അറിയുന്നില്ല. എന്തൊക്കെയാണ് എനിക്ക് ഭവിക്കാനിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോ ആത്മാവ് ബന്ധനങ്ങളും കഷ്ടങ്ങളും തനിക്കായി കാത്തിരിക്കുന്നു എന്ന് എന്ന് പറയുന്നത്. എവിടെയൊക്കെ പഠനങ്ങൾ കടന്നു പോകുന്നു അവിടെയുള്ള ദൈവസഭകളിൽ ദൈവമക്കൾ, പ്രവചനപരമുള്ളവർ പറയുകയാണ്, പൗലോസേ, നിന്റെ ജീവിതത്തിൽ ഇനി വൈകാതെ നിനക്കായി വലിയ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ജയിൽവാസത്തെക്കാൾ ദീർഘമായ ജയിൽവാസം കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ഫിലിപ്പിയ സഭയിലും ഇതേ ദൂത്, ഇതേ ആലോചന, ഇതേ പ്രൊഫസി പൗലോസ് അപ്പോസ്തലന് ലഭിച്ചിട്ടുണ്ടാകണം. അത് യെരുശലേമിലേക്ക് ഈ ഫിലിപ്പിയ സഭ ഉൾപ്പെടെ മടക്കയാത്രയിൽ ിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. കഴിഞ്ഞ് അവിടെ വെച്ചത് സംഭവിച്ചു. ദൈവാലയത്തിൽ താൻ കൊന്നുകളയാൻ ഗൂഢാലോചന നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സീസറിയയിലേക്ക്, കൈസരിയയിലെ ഗവർണറുടെ അടുക്കലേക്ക് പൗലോസിനെ രാത്രിയിൽ കയറ്റിവിട്ടു. ചേവകരെയൊക്കെ കൂട്ടി, പടയാളികളെയൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടി ഗാർഡിനെയൊക്കെ ആക്കി പൗലോസിനെ സീസരിയയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിച്ചേർന്ന, അല്ലെങ്കിൽ അവിടെ എത്തിയ പൗലോസിനെ അവിടെ ജയിലിൽ ഏകദേശം 2 വർഷത്തിലേറെ കൈസറുടെ അടുക്കൽ ഞാൻ അപ്പീൽ ചെയ്യുന്നു. അന്നത്തെ സുപ്രീം കോടതി കൈസറുടെ കോർട്ടിൽ ഞാൻ അപ്പീൽ ചെയ്യുകയാണ്. എന്റെ വിഷയത്തിന് ഇവിടെ പരിഹാരം നീ, അതുകൊണ്ട് ആസ് എ റോമൻ സിറ്റിസൺ ഐ അപ്പീൽ ടു സീസർ. സീസറിനെ ഞാൻ അപ്പീൽ ചെയ്യുന്നു, എനിക്ക് അവിടെ ചെന്ന് വിസ്താരം നടത്തണം എന്ന് പറഞ്ഞതനുസരിച്ച് കൈസരിയിൽ നിന്ന് 2 വർഷത്തിന് ശേഷം റോമിലേക്ക് പൗലോസ് കപ്പൽ കയറി യാത്ര ചെയ്യുകയാണ്. പൗലോസിനെ ബന്ധനസ്ഥനായി യാത്രയാക്കുകയാണ്. ആ യാത്രാ മധ്യത്തിലാണ് നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ മെൽത്തയിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നതും കപ്പലിലുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട്. പൗലോസ് അപ്പോസ്തലൻ എത്തിച്ചേർന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പൊ അധ്യായം തുടങ്ങി തുടർന്നുള്ള സംഭവങ്ങൾ, ആ ചാപ്റ്റേഴ്സ്, ഈ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ
എന്ത് ചെയ്തു? അവിടെ തടവിൽ പാർപ്പിച്ചു. പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം വീട്ടു തടങ്കലിൽ ഒരു വീട്, ഹൗസ് അറസ്റ്റിൽ ഒരു വീട്ടിൽ താമസിക്കാൻ, അപ്പോൾ തന്നെയും തടവറയിൽ തന്നെയാണ്, ചങ്ങല ചുമന്നേ പറ്റത്തുള്ളൂ, തടവറയിൽ തന്നെയാണ്. പക്ഷേ ആദ്യം റോമിലെ ജയിലിൽ ആയിരുന്നു ശരിക്കുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്ന, അല്ലെങ്കിൽ വിസ്താരം കഴിയാനുള്ളവരെ പാർപ്പിക്കുന്ന ജയിലിലായിരുന്നു. അവിടെ നിന്ന് കുറച്ചു കാലത്തിന് ശേഷം പൗലോസ് അപ്പോസ്തലനെ റോമൻ പൗരൻ എന്നുള്ള നിലയ്ക്കൊക്കെ ആയിരിക്കാം അങ്ങനെ വീട്ടു തടങ്കലിൽ ആയിരിക്കും നിന്ന് തനിക്ക് പോയതിനു ശേഷം യെരുശലേമിലെത്തി അവിടെ നിന്ന് വരെയുള്ള സംഭവം. ഈ റോമൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ചരിത്രം മുഴുവൻ അവരോട് പറയുകയാണ്. ഈ ഭവിച്ചതൊക്കെയും എന്തിന് കാരണമായി? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. യെരുശലേമിൽ വെച്ച് പിടിക്കപ്പെട്ടതുകൊണ്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട്, ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് ക്ലാസിക്കലായിട്ടുള്ള ചില പ്രസംഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ എബ്രായ ഭാഷയിൽ അവരോട് പ്രസംഗം നടത്തുന്നത് അങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ വച്ച് സുവിശേഷം പ്രസംഗിക്കാൻ തനിക്കത്, അവിടെ നിന്ന് പൗലോസിനെ കൊല്ലാൻ ശ്രമിച്ചു. കൈസരിയിലെത്തിയപ്പോൾ ഗവർണർമാരോട്, നാട്ടുരാജാവിനോട് ഒക്കെ, ഹെരോദാവിനോടൊക്കെ സുവിശേഷം അറിയിക്കാനായിട്ട്, പ്രസംഗിക്കാനായിട്ട്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, ഇന്ദ്രിയ ജയത്തെക്കുറിച്ച് ഒക്കെ പ്രസംഗിക്കാനായിട്ട് പൗലോസിന് സീസരിയയിലെ ജയിൽവാസം കാരണമായി തീർന്നു. കൈസരിയിൽ വെച്ച് ജയിൽവാസം അനുഷ്ഠിച്ചത്, അവിടെയും 2 വർഷം വെറുതെ ഇരുന്നില്ല. 2 വർഷത്തോളം ആയിരുന്നെങ്കിലും അവിടെയും പൗലോസിന് എന്ത് സംഭവിച്ചു? സുവിശേഷം രാജാക്കന്മാരോട്, പുള്ളികളോടൊക്കെ ഉൾപ്പെടെ സുവിശേഷം അറിയിക്കാനായിട്ട് അവിടെയും അവസരം കിട്ടി. സുവിശേഷത്തിന്റെ അഭിവൃദ്ധി മാത്രമല്ല, നമുക്കറിയാം ക്രേത്ത ഒക്കെ, മെലിത്ത ദ്വീപിലും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തു? ഭയങ്കര അത്ഭുതങ്ങളൊക്കെ തന്നിലൂടെ നടക്കുകയാണ്. ഈ പാമ്പ് തന്നെ കടിച്ചിട്ട് മരിച്ചു വീഴുമെന്നൊക്കെ നോക്കിയിരിക്കുമ്പോൾ മരിക്കാതെ കണ്ടിട്ട് എന്ത് ചെയ്തു? അവിടെയുള്ള ദ്വീപിന്റെ പ്രമാണി ഉൾപ്പെടെ വിടുതൽ പ്രാപിക്കുന്നത്. അത് സുവിശേഷം അവിടെയും ആ ദ്വീപ് സുവിശേഷീകരിക്കപ്പെടുന്നതിന് കാരണമായി തീർന്നു. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. നമുക്കുണ്ടാകുന്ന വേദനകൾ, ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ എന്തിന് കാരണമാകട്ടെ? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാകട്ടെ, കർത്താവിന്റെ നാമം ഉയരുന്നതിന് കാരണമാകട്ടെ. ഹല്ലേലൂയ. പൗലോസിന് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് പറയാൻ ഇതിന് ശേഷമാകട്ടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയിൽ വെച്ചാണ്, നിങ്ങൾക്കറിയാം, ഞാൻ തടവറയിലായതിന്റെ വെളിച്ചത്തിലാണ് അവിടെ ഒരു സഭ ഉണ്ടായത്. ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ വെച്ച് അപ്പോസ്തലൻ 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. രാത്രിയിൽ ഗൃഹപ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് ദൈവസഭയോട്, കർത്താവിനോട് ചേരുന്നതും ഒക്കെ. അപ്പൊ അവിടുത്തെ തടവറയിൽ വെച്ച് സംഭവിച്ചത്, അവിടെ ഞാൻ അടിയേറ്റത്, മുറിവേറ്റത്, നഗ്നനാക്കപ്പെട്ടത്, ചങ്ങലയിലായത് ഒക്കെ എന്തിനു കാരണമായി? ഫിലിപ്പിയിൽ ദൈവസഭ ഉണ്ടാകുന്നതിന്. ഇപ്പോഴും എന്റെ തടവറവാസം കൊണ്ട് വേദനയും കഷ്ടങ്ങളും ഒക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ദേശത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്നു. ദൈവം ഇവിടെയും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുക, ഈ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും, ശേഷം എല്ലാവർക്കും, പട്ടാളത്തിൽ മാത്രമല്ല, ശേഷം എല്ലാവർക്കും. നോക്കൂ, ഒരു ദൈവം ജയിലറെ കടക്കുമ്പോഴും സുവിശേഷം എന്ത് ചെയ്യപ്പെടുന്നു? അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
പട്ടാളക്കാരറിഞ്ഞു ക്രിസ്തു നിമിത്തമാണെന്ന്. അപ്പൊ പട്ടാളക്കാരെന്ത് ചെയ്തു? അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു, ലൂക്കക്കാരോട് പറഞ്ഞു. അങ്ങനെ സുവിശേഷം പട്ടാളക്കാർ മാത്രമല്ല, പബ്ലിസിറ്റിക്ക് അത് കാരണമായി തീരുകയാണ്. സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഹല്ലേലൂയ. പിന്നെയും പറയുകയാണ്, മെനി ഓഫ് ദ പാലസ് ഗാർഡ്സ് വെയർ കൺവേർട്ടഡ്. അതായത് ഇതിൽ സൂചിപ്പിക്കുന്നത് അകമ്പടി പട്ടാളത്തിലുള്ളവർ, പട്ടാളക്കാർ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും പറയുകയാണ്, ലേഖനം പഠിക്കുമ്പോൾ ഈ തടവറയിൽ വെച്ച് പൗലോസ് ജനിപ്പിച്ചു എന്ന് പറയുന്ന ഒനേസിമസിനെ കുറിച്ചുകാരനായിരുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ സെല്ലി കിടന്ന പുള്ളിയ. അവൻ എന്ത് ചെയ്തു? അപ്പോ ഒരു ദൈവദാസൻ തടവറയിലായപ്പോ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. പട്ടാളക്കാർ രക്ഷിക്കപ്പെടുന്നു, അവരുടെ വീട്ടിലുള്ളവർ സുവിശേഷം അറിയുന്നു, സുവിശേഷത്തിന് പ്രസിദ്ധി ഉണ്ടാകുന്നു. മാത്രമല്ല, മറ്റു ലേഖനങ്ങൾ കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഒനേസിമോസിനെ പോലുള്ള തടവറയിൽ ഉണ്ടായിരുന്ന പലരും, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറയുന്നത്, സുവിശേഷത്തിന് none can change the gospel. None can. Maybe you can present the preacher of the gospel, but you cannot present the preacher of the gospel, but you cannot change the gospel. Hallelujah. അതാ സുവിശേഷത്തിന്റെ പ്രത്യേകത. തടവറയിലാക്കാൻ കഴിയാത്ത സുവിശേഷം, ബന്ധിക്കാൻ കഴിയാത്ത സുവിശേഷം. എത്രത്തോളം ബന്ധിക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം പരസ്യമായി തീരുന്ന സുവിശേഷം, പ്രസിദ്ധമായി തീരുന്ന സുവിശേഷം. ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. 32 വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കൈസരുടെ അരമനയിലുള്ളവർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. വിശുദ്ധന്മാരെല്ലാവരും, വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഫിലിപ്പിയ സഭയെ സല്യൂട്ട് ചെയ്യുന്നത്, ഗ്രീറ്റ് ചെയ്യുന്നത് പൗലോസ് അപ്പോസ്തലൻ മാത്രമല്ല. നിങ്ങളത് ഭാവനയിലൊന്ന് കണ്ടു നോക്കിയേ. വീട്ടുതടങ്കലിൽ കിടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ചങ്ങല ധരിച്ചുകൊണ്ട് സുവിശേഷം എഴുതുകയോ അല്ലെങ്കിൽ എഴുതിക്കുകയോ പറഞ്ഞുകൊടുത്ത് എഴുതിക്കുകയോ ചെയ്യുകയാണ്. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള പട്ടാളക്കാര് വിശ്വാസികളാ. അങ്ങനെ ഈ പൗലോസ് മുഖാന്തരം അപ്പൊ അവരോട് പറയുകയാണ്, ഈ പട്ടാളക്കാരോട് ആർക്കായി എഴുതുന്നത്? മുസ്ലിം പൗലോസ് പറയുന്നത്, ഇത് ഫിലിപ്പിയിലുള്ള. അതെങ്ങനെ അവിടെ ഫിലിപ്പിയിൽ വിശുദ്ധന്മാരുണ്ടായത്? ഞങ്ങള് രക്ഷിക്കപ്പെട്ടതുപോലെ അവിടെ രക്ഷിക്കപ്പെട്ടതാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഇതുപോലെ ഞാൻ അവിടെയും ജയിലറവാസത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അടിയേറ്റ് മുറിവേറ്റ് നഗ്നനായി ഞാൻ അവിടെ തടവറയിലായിരിക്കുമ്പോൾ അന്ന് ഭയങ്കര അത്ഭുതം നടന്നു, ഭൂകമ്പം നടന്നു, അഴിഞ്ഞു വീണു. പക്ഷേ ഞങ്ങൾ ആരും ഓടിപ്പോയില്ല. ഹല്ലേലൂയ. നിയമത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാ. ഓടി ആത്മാഹുതി ചെയ്യുവാൻ ശ്രമിച്ച ആ ജയിലർ യേശു കർത്താവിനെ അന്ന് രാത്രി അംഗീകരിച്ചു. അന്ന് രാത്രി അവനും കുടുംബവും സ്നാനമേറ്റു. അങ്ങനെ അവിടെ ദൈവസഭയുണ്ടായി. ഞാൻ ഇന്ന് തടവറയിലിരിക്കുമ്പോൾ നിങ്ങളൊക്കെ അത് യേശുവിനെ അറിയാൻ കാരണമായതുപോലെ അന്ന് ഞാൻ തടവറയിലായത് അവിടെ ദൈവം. ഈ സ്റ്റോറി അവരോട് പറയുക. അവരിങ്ങനെ പറഞ്ഞാണ്, അവിടെയുള്ളവരെ ഞങ്ങളുടെ വന്ദനം കൂടെ ഒന്ന് അറിയിക്കണേ. അതായിട്ട് വിശ്വാസത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും നമ്മളെപ്പോലെ വേറെ ചിലരൊക്കെ ഇതുപോലെ സന്തോഷമുണ്ട്. അവര് പറയുക, ഞങ്ങളുടെ വന്ദനം കൂടെ ഒന്ന് അറിയിക്കണേ, അവരും അറിയട്ടെ ഇവിടെ ഞങ്ങളും വിശ്വാസികളായിട്ടൊക്കെ ഉണ്ടെന്ന് അവരോട് അറിയട്ടെ. ഹല്ലേലൂയ. എക്സ്റ്റൻഷൻ ഓഫ് ഫെലോഷിപ്പ് ഫ്രം ദ ജയിൽ. ഹല്ലേലൂയ.
സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. എങ്ങനെ എന്നാ പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് മീൻസ് ഫ്രം ദ ഫാമിലി ഓഫ് കൈസറിന്റെ കുടുംബത്തിൽപ്പെട്ടവർ യേശുവിനെ അറിയാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. സീസേഴ്സ് ഫാമിലി വെർ കൺവേർട്ടഡ്. കൈസറുടെ അരമനയിലുള്ളവർ. ആമേൻ. മാത്രമല്ല, ഈ തടവറവാസക്കാലത്ത് അപ്പോസ്തലനായ പൗലോസ് 4 ലേഖനങ്ങളാണ് എഴുതിയത്. 4 ഗംഭീരമായ ലേഖനങ്ങളാണ്. നമ്മുടെ പതിവായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആ സെഷന്റെ അവസാനം പ്രസംഗിക്കുമ്പോൾ ഞാൻ എഫേസ് ലേഖനത്തിലെ സ്വർഗസ്ഥലങ്ങൾ ഇന്നു മുതൽ ചിന്തകൾ ആരംഭിച്ചത്. അപ്പോ അതൊരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്വീൻ ഓഫ് ദി എപ്പിസ്റ്റിൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എഫേസ്യ ലേഖനം തടവറയിൽ നിന്നാണ് പുറത്തു വന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ തടവറയിലായിരിക്കുമ്പോൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്ന പല കാര്യങ്ങളിലൊന്ന് 4 ലേഖനങ്ങൾ ഇവിടെ വെച്ച് എഴുതി. നാം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പിയ ലേഖനം ഉൾപ്പെടെ എഫേസ് ലേഖനവും കൊലോസ് ലേഖനവും ഫിലമോന് എഴുതിയ ലേഖനവും, അങ്ങനെ 4 ലേഖനങ്ങൾ ഈ തടവറവാസക്കാലത്ത് 4 ഗംഭീര ലേഖനങ്ങളാണ്. പ്രത്യേകിച്ച് എഫേസ് ലേഖനം, അതുപോലെ കൊലോസ് ലേഖനം. ശാസ്ത്രത്തിന്റെ അനാവരണം, ക്രിസ്തു ശാസ്ത്രത്തിന്റെ തിരശനം നടത്തുന്ന ലേഖനങ്ങളാണ് എഫേസ്യർ, കൊലോസ്യ. എത്ര പഠിച്ചാലും തീരാത്ത അനുഗ്രഹിക്കപ്പെട്ട ചരിത്രത്തെ കീഴ്മേൽ ലേഖനം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ തടവറവാസം എന്തിന് കാരണമായി? സുവിശേഷത്തിന്റെ അഭിവൃദ്ധി. നമ്മുടെ ജീവിതത്തിലും ഏത് കഷ്ടങ്ങളും കർത്താവിന് മഹത്വമായി തീരട്ടെ, അഭിവൃദ്ധിക്ക് കാരണമാകട്ടെ, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാകട്ടെ. അവിടെ തന്നെ പൗലോസ് അപ്പോസ്തലൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സഹോദരന്മാർ മിക്കവരും, അല്ലെ, 14-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാർ മിക്കപേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനി. എന്നെ ഒരാളെ പിടിച്ച് ജയിലിലിട്ടു, പക്ഷേ ഒരുപാട് പേര്, ഞാൻ ഈ തടവറയിലായത് കാരണം ഒരുപാട് പേര് ധൈര്യത്തോടെ സുവിശേഷം. അതെങ്ങനെ? ഒരു ദൈവദാസനെ പിടിച്ച് തടവറയിലിടുമ്പോ മറ്റു ദൈവദാസന്മാർക്ക് ധൈര്യം ഉണ്ടാകുമോ? പ്രൈസ് ദി ലോർഡ്. ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടാകും. പക്ഷേ അവരെന്ത് ചെയ്തു? അവരുടെ ഉള്ളിൽ ഒന്ന്, ഈ സുവിശേഷം നിമിത്തം ബന്ധനം അനുഭവിക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ സന്തോഷത്തോടെ അത് അനുഭവിക്കുന്നു. സുവിശേഷത്തിന് അത് അഭിവൃദ്ധിയായിത്തീരാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അവർക്കും അത് ഉത്സാഹമായി തീർന്നു. തടവറയിലായിട്ടും പൗലോസ് സുവിശേഷം അറിയിക്കാനുള്ള വാഞ്ചയ്ക്ക്, സുവിശേഷം അറിയിക്കാനുള്ള തീഷ്ണതയ്ക്ക് ഒരു ചിന്തിച്ചു, നിങ്ങൾക്ക് ഈ തടവറ ഇല്ല, ഞങ്ങൾ തടവറയിലൊന്നും അല്ല. പൗലോസ് തടവറയിൽ സുവിശേഷം അറിയിക്കുന്ന തയ്യാറായെങ്കിൽ ബന്ധനത്തിലല്ലാത്ത ഞങ്ങൾ എത്രയധികം അറിയിക്കണം, അല്ലെ? ഹല്ലേലൂയ. ഈ ചിന്ത ഇന്ന് നമ്മളെയും ഒന്ന് ഭരിക്കണം. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടും, ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടും, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും, പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും മറ്റ് ന്യൂനപക്ഷമായിരുന്നിട്ടും, വിരലിലെണ്ണാവുന്നവർ മാത്രമായിരുന്നിട്ടും, വിശ്വാസം ക്രിസ്തുവിനെ ആരാധിക്കുകയും സാക്ഷിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ 5 വൻകരകളിലായിട്ടുണ്ട്. ഇല്ലാതിരുന്നിട്ട് പരസ്യമായി ക്രിസ്തുവിനെ ആരാധിക്കാൻ അനുവാദമില്ലെങ്കിലും രഹസ്യമായി കൂടി വരികയും
രഹസ്യമായി കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ക്രിസ്ത്യൻസ് ആർ ദർ അറൌണ്ട് ദ ഗ്ലോബ്. സൗകര്യമുള്ള നമ്മൾ എത്രയധികം ദൈവത്തെ സ്നേഹിക്കണം, സേവിക്കണം, ആരെ വേണ്ടി പ്രയോജനപ്പെടണം. ഈ ചിന്ത ഇന്ന് നമ്മയും ഭരിക്കണം. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിക്കാനും പങ്കിടാനും പാഴാക്കാതിരുന്നതിന്റെ ഫലമാണ് തടവറയിൽ ഉൾപ്പെടെയുള്ള ഒനേസിമോസിനെ പോലുള്ളവരുടെ വീണ്ടും ജനനം. അകമ്പടി പട്ടാളക്കാരും അവരുടെ കുടുംബവും ക്രിസ്തുവിനെ അറിയാൻ കാരണമായത്. കൈസരുടെ അരമനയിൽ പോലും കുടുംബത്തിൽ പോലും ചിലർ വിശ്വാസത്തിൽ വന്നത്. അടങ്ങിയിരിക്കാതെ എഴുതുകയാണ് ദൈവസഭകളെ ആ ഉന്നതിയിലേക്ക് നയിക്കുന്ന തനിക്ക് കർത്താവ് പ്രകാശിപ്പിച്ചു കൊടുത്ത വെളിപ്പാട്, തനിക്ക് ലഭിച്ച ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള, ദൈവസഭയെക്കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള, വീണ്ടെടുപ്പിനെ കുറിച്ചും നമ്മെക്കുറിച്ചുള്ള പദ്ധതിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങൾ അടങ്ങിയിരിക്കാതെ എഴുതുന്നു പൗലോസ്. അത് കണ്ടപ്പോൾ പുറത്തുള്ളവർക്ക്, ഇതറിഞ്ഞപ്പോൾ തടവറയിലല്ലാത്ത ക്രിസ്ത്യൻസിന്, സഹോദരന്മാർക്ക് എന്തുണ്ടായി? അധികം ഉത്സാഹം, അധികം ഊർജമുണ്ടായി. തടവറയിൽ പോലും പൗലോസ് അടങ്ങി. ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയുമോ എന്നവർക്ക് ചിന്തയുണ്ടായി. രണ്ട്, അവരും പ്രതീക്ഷിച്ച് കാണും ഞങ്ങളും ഒരുപക്ഷെ തടവറയിലാക്കപ്പെടും, ഞങ്ങളും ഒരുപക്ഷെ ക്രിസ്തുവിന്റെ നാമനിമിത്ത ഉപദ്രവം അനുഭവിക്കേണ്ടി വരും. പക്ഷേ പൗലോസ് ഇതൊക്കെയും അനുഭവിച്ചപ്പോ സുവിശേഷം എന്ത് ചെയ്തു? അഭിവൃദ്ധിപ്പെടുകയാ ഉണ്ടായത്. അനേകർ കർത്താവിനെ അറിയുകയാ ഉണ്ടായത്. സംഭവിച്ചാൽ അതും എന്തിന് കാരണമാകും? സുവിശേഷം അധികം പ്രസിദ്ധമാകും. പോസിറ്റീവായൊരു ചിന്ത എല്ലാ തടസ്സമാണ്, സാഹചര്യം മോശമാണ്, സമയമില്ല, നെഗറ്റീവും പറയാതെ നമുക്ക് ദൈവസന്നിധിയിൽ ഇതുപോലൊന്ന് പോസിറ്റീവായൊന്ന് ചിന്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സ്നേഹിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു, ഉത്സാഹിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് ഇന്ന് നമ്മുടെ ആശിക്കട്ടെ. ദൈവം അതിനായി നമ്മെ ഒന്ന് ഉത്സാഹിപ്പിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകട്ടെ. ഹല്ലേലൂയ. നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നും പങ്കിട്ടതിൽ ഒരു പ്രധാന, ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ച ഒരു പ്രധാന കാര്യം, സുവിശേഷത്തിന് ബന്ധനമില്ല. സുവിശേഷത്തെ തടവറയിലാക്കാൻ ആർക്കും കഴിയത്തില്ല. കർത്താവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെടുന്നെങ്കിൽ, അപമാനിക്കപ്പെടുന്നെങ്കിൽ, ഞെരുക്കം അനുഭവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വമായി തീരും, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് കാരണമാകും, കാരണമാകും. തെർത്തുല്യൻ എന്ന സഭാപിതാവ്, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: രക്തം സഭയുടെ വിത്താണ്. of the martyrs is the seed of the church. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. ഒരു വിത്തിൽ നിന്ന് എത്ര ഫലം, എത്ര മരങ്ങൾ ഉണ്ടാകുമെന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. ഒരു ക്രിസ്ത്യാനിയുടെ രക്തം ചിന്തപ്പെട്ടാൽ അതിൽ നിന്ന് എത്ര ക്രൈസ്തവർ എഴുന്നേറ്റ് വരുമെന്ന് ലോകത്തിന് ഇന്നുവരെയും മുന്നോട്ടി കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാണ്. ഇപ്പോൾ അത് കർത്താവിന്റെ നാമഹത്വത്തിനായി ഉപയോഗിക്കും. ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഈ ദൈവവചന കേൾവിക്ക് വേണ്ടി കൂടി വന്ന എല്ലാവരെയും ക്രിസ്തീയ വന്ദനം പ്രകാശിപ്പിക്കുകയും ചെയ്ത് എന്റെ വാക്കുകൾ